സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ വട്ടവടയിലേക്ക് ഒരു യാത്ര പോകാൻ പോകട്ടെ ഗൈസ്. അപ്പോൾ മസിലക്കുടി വഴി ഊട്ടിലേക്ക് ഒരു യാത്ര എന്നൊക്കെ കേട്ടില്ല, അതുപോലെ തന്നെ വട്ടവടയിലേക്ക് ഒരു യാത്ര പോകണേ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോസ് കാണണമെങ്കിൽ നമ്മളെ മോസിൻ എൻ്റർടൈൻമെൻറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വട്ടവടയിലേക്ക് പോയാലോ. ഓക്കെ, അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കരുത് ഗൈസ്. വട്ടവടയിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. വട്ടവടയിലേക്ക് പോകണമെങ്കിൽ തന്നെ യാത്ര ആവാൻ സാധ്യത കൂടുതലാണ്. ഫുള്ളായിട്ടോ, മൊത്തം ഫുള്ളായി. നമ്മൾ എവിടെ ടൂർ വരികയാണെങ്കിലും നമ്മൾ എവിടെ യാത്ര ഇങ്ങോട്ട് വരികയാണെങ്കിലും അവിടെ റൂമൊക്കെ ഫുള്ളായി. പക്ഷെ രാവിലെ എണീച്ച പാടന്നെ ഒരുപാട് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടോ. ചെറിയ ചെറിയ പാക്കറ്റിലുള്ള 4 കേക്കൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ സെറിന് താത്തൻ്റെ ഒരു അടിപൊളി പീടിയുണ്ട്. ഓക്കെ, പേരൊന്നും എനിക്കറിയില്ല, ഇനിയിപ്പോൾ പേര് ചോദിച്ച് പരിചയപ്പെട്ടു. ഓക്കെ, അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കാലുവേനൊക്കെ എടുത്തിട്ടേ ഇതിപ്പോൾ നിങ്ങൾ അതാണ് എന്ന് വെച്ചാൽ ഒരു കൂട്ടം നായ്ക്കൾ നമ്മുടെ കാറിൻ്റെ ചുറ്റും. നമുക്ക് ഇറങ്ങാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. അപ്പം നമ്മളവിടെ തന്നെ കിടന്ന് ഉറങ്ങി. രാവിലെ ഞാൻ 1 മണിക്ക് എണീച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ മഞ്ഞ് ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ തണുപ്പിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 12 ഡിഗ്രിയാണ് ഇവിടുത്തെ തണുപ്പ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ഈ വട്ടവടയിൽ വരാൻ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ പച്ചക്കറികളാണ്. ഓക്കെ, ഇപ്പോൾ പച്ചക്കറികളുടെ സീസണല്ല ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. സീസണല്ല, ആ ഡിസംബർ മാസത്തിലേക്കാണ് സീസണും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരാമെന്ന് പറഞ്ഞത്. പൈസ നിങ്ങൾ നോക്കില്ലേ. അപ്പോൾ നമ്മൾ പതുക്കെയാണ് കാർ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ നമ്മൾ പോകാൻ പോകട്ടോ. പൈസ നിങ്ങൾ നോക്കി സംഭവം നോക്കി, എന്ത് രസമല്ല മരങ്ങളൊക്കെ. പക്ഷെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് വന്നിട്ടോ. നമുക്കധികം കാണാൻ പറ്റില്ലെങ്കിലും ഇന്നലെ രാത്രി ഫോറസ്റ്റൊക്കെ കടന്നു വരുമ്പോൾ ഒരു പന്നി കഴിച്ച് കാറിൻ്റെ മുന്നിൽ കൂടെ ഓടുന്നുണ്ട്, കാട്ടുപന്നി. അതും 4 ഞാൻ കണ്ട് നെറ്റി. എനിക്കെന്ന് വെച്ചാൽ അതിൻ്റെ വീടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല, വീടൊന്നും എടുക്കാൻ ചെയ്തില്ല. അതും രാത്രിയാണ്. ഓക്കെ, അതുകൊണ്ട് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റത്തെ ഫോറസ്റ്റ് കടന്ന്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ഫോറസ്റ്റിന് അവിടെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാളെന്താ ചെയ്യുക? ഓക്കെ, വെച്ചാൽ അധികം ഗേറ്റ് ഇവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ അടുത്ത്. അപ്പം നമ്മൾ കഴിഞ്ഞത് ഇവിടുത്തെ രണ്ടാമത്തെ ഫോറസ്റ്റ്. ഇവിടുന്ന് കാട് കടക്കുമ്പോൾ ഫസ്റ്റത്തെ ഫോറസ്റ്റാണ് കേട്ടോ. നമ്മൾ ഫോറസ്റ്റൊക്കെ കിടക്കാൻ വേണ്ടി പോയി കേട്ടോ. പക്ഷെ ഇവിടുത്തെ സ്ഥലങ്ങൾ കണ്ടപ്പോൾ ഞാൻ അവിടെ എണീച്ചിരുന്നു. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണത്. ഓക്കെ, ഈ കാണുന്ന ടെൻറ്റ് മനസ്സിലായി. ഇവിടെ ഈ കാണുന്ന ടെൻറ്റ് ഇന്നലെ രാത്രി നമ്മൾ നിൽക്കാൻ വേണ്ടി പോയ ഇവിടെ ആയിരുന്നു. പക്ഷെ ഒരുപാട് പൈസ കേട്ടോ, ഒരു ചിലവിൽ ഒരുപാട് പൈസ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നില്ല, അവിടെ നിന്ന് നേരെ പോയതാണ് കേട്ടോ. പിന്നാണ് നമ്മൾ കാറ് കിടന്ന് ഉറഞ്ഞത്. സമയം നേരം വൈകി രാവിലെ നേരത്തെ ആയത്. കുളിച്ചിട്ടൊന്നുമില്ല, കുളിക്കാൻ തന്നെ എവിടെ നിന്ന് കുളിക്കാനാ, ഈ തണുപ്പത്ത് കുളിക്കാനില്ല.
എൻ്റെ ഈ ചുണ്ടിൻ്റെ ഭാഗങ്ങളൊക്കെ പൊട്ടിയിട്ട് താക്കോണ്ട് പൊട്ടിയിട്ട് ഗൈസ് വല്ലാത്ത പണിയാണ് ഗൈസ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതാ ഒരുപാട് പേരുണ്ട് കേട്ടോ ഗൈസ് വീഡിയോസ് എടുക്കാനൊക്കെ ഒരുപാട് പേരുണ്ട് ഗൈസ്. അത് മാത്രമല്ല ഇത് എന്ത് രസമല്ലോ കാണാൻ ഗൈസ്. നിങ്ങൾ നോക്കി ഈ ഭാഗത്ത് തന്നെ ഫോറസ്റ്റിൽ ഇങ്ങനത്തെ ഒരു ഏരിയ നമ്മൾ കാണാം കേട്ടോ. ഒരു മനോഹരമായ സംഭവമായിരുന്നു അത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. എന്ന് വെച്ചാൽ ഇതാ ഞാനില്ല ഞാൻ പറഞ്ഞ സംഭവം ഇതായിരുന്നു കേട്ടോ ഗൈസ്. ഇതൊക്കെ ഈ ബോർഡിലല്ലേ കാട്ടുപന്നി ഒരുപാട് മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ഫോറസ്റ്റിൻ്റെ ഒരു ജീപ്പാണ് കേട്ടോ. അവിടെ ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ കയറാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല എന്താ സംഭവം ഉണ്ട്. പക്ഷേ ഈ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടിട്ട് നമുക്ക് കയറാൻ ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു സാധനം കണ്ട് ഗൈസ്, പിണ്ടം കണ്ട് ഞാൻ ഗൈസ് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത ആനൻ്റെ പിണ്ടം. ഒറ്റൊന്നല്ല 5 ആനൻ്റെ പിണ്ടം. അപ്പോൾ ഗൈസ് ഈ കാണുന്ന മരത്തിലേക്കാണ് ആന നേരെ രാത്രി ഇറങ്ങിയിട്ട് നേരെ പോകുന്ന സ്ഥലം ഇവിടെ കേട്ടോ. ഇപ്പോഴും ആന അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇവിടെ കാല് തന്നെ വീണു പോകുന്ന ഗൈസ്. നമ്മൾ നേരെ അവിടെ നിന്നും നേരെ പോന്നു. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ പോന്നു. അപ്പോൾ ഡാർക്ക് സീനായി ഗൈസ്. അതെന്ന് വെച്ചാലേ ഓല് നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്കൊന്നും അറിയില്ല. അവിടെ അതിൽ കയറാൻ പാടില്ല എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ കയറി വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു. അതൊക്കെ പ്രശ്നമായി പോയിന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് നമ്മൾ ചീത്ത അറിഞ്ഞു ഫോറസ്റ്റ് ഓഫീസർ. അപ്പോൾ നേരിട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഫോറസ്റ്റ് എത്തിക്കുക, ലാസ്റ്റത്തെ ഫോറസ്റ്റ് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓര് തുറന്നതിന് ശേഷം നമ്മൾ നേരെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ഫോറസ്റ്റ്. ഓക്കെ, അപ്പോൾ ഫോറസ്റ്റ് ടേബിൾ ബില്ലിന് അങ്ങോട്ട് കൊടുത്തിരിക്കുന്നു പൈസ. അപ്പോൾ നമ്മളെ ഒന്നും പൈസ പോയിട്ടു 150 പോയി. എന്തൊക്കെയോ പറഞ്ഞു ഇവിടെ ചീത്തിട്ടാണ്. ഞാനൊന്നും ഇത് വീട്ടിൽ വെക്കാൻ പോയില്ല കൈസ്. ഓക്കെ, ഞാനവിടെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞു. പക്ഷെ ഈ തണുപ്പത്ത് കൈസ് എന്ത് ചെയ്യാൻ, തണുത്ത് അവിടെ ഒരു വിധമായി ഇട്ടിരിക്കുകയാണ്. നമ്മളെന്ന് വെച്ചാൽ ആനൻ്റെ പിണ്ടം കാര്യങ്ങളൊക്കെ മാത്രം കണ്ടിട്ടുള്ളൂ. ഓലാണ് നമ്മൾ ഒന്നും പറഞ്ഞില്ല. രാത്രി ഫോറസ്റ്റ് കയറുമ്പോൾ ഓല് നമ്മളോട് കാർ നിർത്താതെ നേരെ പോവുക, എവിടെ വണ്ടി നിർത്തരുത്. അപ്പം നമ്മൾ പറഞ്ഞു ഈ ഭാഗത്ത് നമ്മളെ റൂംസ് കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. അതുപോലെ വിളിച്ചപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ടെൻറ്റിനവിടെ പോയപ്പോൾ ഒരുപാട് പൈസ ഓല് കൂട്ടി പറയുന്നു. അപ്പോൾ നമ്മളത് വേണ്ടാന്ന് പറഞ്ഞു. അത്ര സംഭവം. പക്ഷേ ഗൈസ് നിങ്ങളിത് നോക്ക്, ഈ മരങ്ങൾ നോക്ക് ഗൈസ്. ഇത് നോക്ക് ഗൈസ്, ആകാശം നോക്ക്. എൻ്റെ പൊന്നോ, ഡാർക്ക് ബ്ലൂ, അടിപൊളിയില്ലേ? വല്ലാത്തൊരു എക്സ്പീരിയൻസ്, എൻ്റെ പൊന്നോ. ഇതുപോലത്തെ കാഴ്ചകൾ കാണാൻ പറ്റിയത് ഇതുപോലത്തെ വട്ടവട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നതിന് ശേഷം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ വെള്ളം നമ്മളെ കുണ്ടള ഡാമിൻ്റെ വെള്ളമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊന്നും നല്ല ഫേമസ് ആണ് ഈ 2 ഡാം എന്ന് പറയുന്നത്. കുണ്ടള ഡാമിൻ്റെ വെള്ളമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സുന്ദര സ്ഥലം കാണാൻ നല്ല അടിപൊളി കേട്ടോ. അടിപൊളിയാണ് ഡാമിൻ്റെ വെള്ളം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി. ഇതൊക്കെ ഇവിടുത്തെ ഡാമൊക്കെ ചെറുതാന്ന് തോന്നുന്നു കേട്ടോ. ഡാമിൻ്റെ ഷട്ടറൊക്കെ ചെറുതാന്ന് തോന്നുന്നു. മരങ്ങൾ ഇപ്പം നമ്മൾ കാർ ഇപ്പോൾ പതുക്കായിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ മരങ്ങളൊക്കെ ഒന്ന് നല്ല പോസിൽ ഫോട്ടോസ് എടുക്കാനും. അപ്പോൾ വല്ലാത്ത എന്ത് രസമല്ലേ. പറയാൻ വാക്കുകളില്ല വെച്ചാൽ ഇത്രക്കും. അപ്പം ഗൈസ് നിങ്ങൾക്ക് ഇത്രക്കും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ വട്ടവട എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തായാലും വരണം കേട്ടോ. പച്ചക്കറിൻ്റെ സീസണൊന്നുമല്ല, പക്ഷേ അവിടുത്തെ തണുപ്പിൻ്റെ ഡിഗ്രി 12 ഡിഗ്രി കേട്ടോ. തണുത്ത് വെറുത്ത് എൻ്റെ ഒരു വിധം പോയി. ഒരു ദിവസം മൊത്തം പണി കിട്ടും എന്നാണ്. അപ്പോൾ ഡേഞ്ചറാന്നൊക്കെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നു. ഡേഞ്ചറാന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റില്ല. ഈ ഭാഗത്തൊക്കെ ഇറങ്ങാൻ പറ്റില്ല. അപ്പുറത്ത് നമുക്ക് ഇറങ്ങാം. അപ്പുറത്ത് ഒരുപാട് പേര് ഇറങ്ങുന്നത് ഫോട്ടോസൊക്കെ എടുക്കുന്ന സ്ഥലമായിരുന്നു. നമുക്ക് അവിടെ ഇറങ്ങാം. അപ്പോൾ ഡാമിൻ്റെ വെള്ളമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ യാത്ര മുന്നോട്ട് തന്നെ കേട്ടോ നമ്മൾ പോകുന്നത് കേട്ടോ. അവിടെ ഡേഞ്ചർ എന്ന് എഴുതി വെച്ചിരിക്കുന്നു കേട്ടോ. ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഈ ഭാഗത്തേക്ക് ആൾക്കാർ ചോദിക്കാതെ ഇറങ്ങും. ഈ ഭാഗങ്ങൾ കാണുന്നില്ല, അതിൻ്റെ മേലെ റിസോർട്ട് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ അധികം ഉള്ളതെന്ന് വെച്ചാൽ ആന സവാരി, പിന്നെ ജീപ്പ് സവാരി എല്ലാം ഉണ്ട് ഗൈസ്. ഓഫ് റോഡൊക്കെ കയറാൻ പറ്റും. പക്ഷെ നമ്മൾ പച്ചക്കറി സീസൺ അല്ല. പക്ഷെ അവിടെ അടുത്ത് ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ പച്ചക്കറികൾ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും
കുറച്ച് ബീറ്റ്റൂട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ കാണുന്ന മലയില്ലേ, ആ മലയിലേക്ക് പക്ഷെ അവിടെ കുറച്ചൊരു സംഭവമുണ്ട്. പക്ഷെ അവിടെ പോകണമെങ്കിൽ തന്നെ ജീപ്പിൽ പോകണം. 1500 കൊടുക്കണം ജീപ്പിന്. ഒരാൾക്ക് 1500. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 5 പേർക്ക് എത്ര ആവും? ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ പറഞ്ഞ ജീപ്പൊന്നും വേണ്ട, നമുക്ക് പച്ചക്കറിയൊന്നും കാണാൻ പറ്റുന്ന ഭാഗ്യമില്ല. പക്ഷെ ഈ തേയിലത്തോട്ട് നല്ലോണം കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ വട്ടവടയിലെ ഈ മനോഹരമായ 2 ഡാമുകൾ കാണാൻ പറ്റി. വല്ലാത്തൊരു ഭാഗ്യം കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളങ്ങനെ വട്ടവടയിൽ നിന്ന് നേരെ യാത്ര പോവാനുണ്ട്. യാത്ര തിരിക്കുകയാണ്. ബായ് വട്ടവട, അടുത്ത പ്രാവശ്യം വരാം. ഓക്കെ, അടുത്ത പ്രാവശ്യം വരാമെന്ന് പറഞ്ഞിരുന്നു. വയസ്സ് നോക്കും മരങ്ങൾ മൊത്തം വളഞ്ഞിട്ട് ഞാനെന്താ വെച്ചെന്താ ഈ മരം വീണ് പോവെന്ന് വരെ വിചാരിച്ച്. അത്രയ്ക്കും വളഞ്ഞ് കിടക്കുകയാണ് മരങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നത് എന്താ പറയുക, പണ്ട് ഈ മരങ്ങളുടെ സ്റ്റൈല് ഇങ്ങനെ ആയിരിക്കും തോന്നുന്നുണ്ട്, വളഞ്ഞ് കിടക്കുന്ന പോലെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് കഴിച്ചപ്പോൾ നമ്മളെ തൂക്ക് അത് തണുപ്പാണ്. പിന്നെ വെയിലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല. കാറിൽ സാധാരണ നമ്മൾ AC ഇട്ടിട്ട് തന്നെ യാത്ര പോവല്. പക്ഷേ ഈ തണുപ്പ് കൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരെ മൂന്നാറിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നേരെ നമ്മൾ വട്ടവട നേരെ മൂന്നാറിലേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടുത്തെ വട്ടവടത്തെ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു കേട്ടോ. ഓക്കെ, വട്ടവട കഴിഞ്ഞ് വട്ടവട ആ ഫോറസ്റ്റും കടന്നു കഴിഞ്ഞ് വട്ടവട കഴിഞ്ഞ് ഫോറസ്റ്റിൻ്റെ ഉൾഭാഗത്തായിരുന്നു വട്ടവടത്തെ ഒരുപാട് കാഴ്ചകളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഭാഗത്തു നിന്നായിരുന്നു ബായിന്ന് പറയേണ്ടത്. പക്ഷെ ഡയറക്റ്റ് സീനായില്ലേ, അപ്പോൾ നമ്മൾ ആ ഭാഗത്തുനിന്നും അവൻ മറന്നു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് മരങ്ങളുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്, നല്ല അടിപൊളിയായിരുന്നു. ഓക്കെ, ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. പക്ഷേ ആന, പുലി ഒന്നും കാണാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം വരെ കഴിച്ചു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിനൊക്കെ കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. കാണാൻ പറ്റിയാലൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവും എനിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നമ്മളെന്തായാലും പോവല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വെച്ച് ഇവിടെ ഫോട്ടോ എടുക്കുന്ന ആളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ വ്ളോഗ്സ് ആയിട്ട് വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ ബൈ ഗായ്സ്.